Yo guys, welcome back to Procraft. Next episode of Hardcore Minecraft. സുഹൃത്തുക്കളെ ഞാനല്ല ഇവിടെ 2 ആടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. തണ്ടർസ്റ്റോർമല്ലേ ലോറിങ് തണ്ടർസ്റ്റോർ മഴ പെയ്യും. ചേട്ടാ പണി കിട്ടി. ഞാൻ എന്നാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോറി ട്ടാ, കമൻറ്റ് ബ്ലോക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇന്നത്തെ ഹാർഡ്കോറിൽ കമൻറ്റ് ബ്ലോക്ക് എടുക്കാൻ പറ്റുമോ? ഗിവ് പിന്നെ അത് ഇതിട്ട് ഗിവ് എന്ന് ഗിവ് അറ്റ് എസ് കോം സി കമാൻഡ് പിന്നെ താഴെ ഇതുപോലത്തെ സാധനം വെച്ചിട്ട് പിന്നെ ഞാൻ ഇത് എന്താണ് അതല്ല എനിക്ക് വേണ്ട. ചെസ്റ്റർ ഹാർഡ്കോർ ആയതുകൊണ്ട് പറ്റി. എടാ രണ്ടാമത്തെ ദിവസം ഡ്യൂറിങ് ദ രണ്ടാമത്തെ ദിവസം യവൻ ഇറങ്ങാൻ പോകട. എനിക്ക് കമൻസ് യൂസ് ചെയ്ത് പോലും പോകുന്നില്ലല്ലോ. അതെ എനിക്കാണെങ്കിൽ കമൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ എനിക്കാണെങ്കിൽ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. കമൻസ് യൂസ് ചെയ്തില്ല. എനിക്ക് മഴയാണ് ഏറ്റവും കുറച്ചുകൂടി ഇരിച്ചിട്ട് എന്നത്തെ കാലാവസ്ഥയ്ക്ക് എന്നും പറയുന്ന പോലെ നല്ലത്. കുറച്ചുകൂടി ഇതില്ല. ഈ ഭാഗത്ത് എനിക്കൊരിക്കലും അത് ഇവിടെ ഈ അയ്യൊന്ന് വിട്ടു പോകാൻ പറ്റുമോ? അപ്പം ഇന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് വുഡ് വേണം. വുഡിന് വേണ്ടി ഞാൻ ഉണ്ടല്ലോ ഒരു സാധനം ഉണ്ടാകണമെന്ന് പറഞ്ഞായിരുന്നു. ഏണി എത്ര കുറച്ചുകൂടി ചേട്ടാ എനിക്കാണെങ്കിൽ പേടിയാടാ മഴയത്ത്. എന്താ എനിക്ക് പേടിയാണ്. ഇയോടെ ഇതുപോലത്തെ ഈ സാധനങ്ങളിലൂടെ എനിക്ക് എന്തിനേയും പെറ്റാക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ പേടിയാണ് ഇതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ ഈ മഴ പെയ്യാത്ത മോൺസ്റ്റേഴ്സും സ്പോണാവുന്നു. ഒരു എമറാൾഡിന് ബ്രെഡ്, ഒരു ബീട്രൂട്ടിന് ബ്രെഡ്, ഇതല്ലാണ്ട് ഇവനാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് തലവടിയും. ഞാൻ ഇതുണ്ടല്ലോ ഞാനിത് മാറ്റിയിട്ട് ഞാനിത് ഈ ഗ്രിൽ സ്റ്റോണെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാനിത് ഇവിടെ വയ്ക്കുവാണെങ്കിൽ ഇവനാണെങ്കിൽ എന്തെങ്കിലും ആവും. ഇവനെടുത്ത് ആടാ ഇവനെന്താ ആവത്ത്? ഇവനെന്താ ജോലിയില്ലേ? എടാ ജോലിയില്ലാത്ത വില്ലേജറേ. എടാ ഇവനെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാ ഞാൻ പോട്ടെ. എടാ ഇവനെ കൊണ്ട് പറ്റുമോ? ഫാസ്റ്റ് ഇവനോ ഇവിടെ ആരും പോയി ഫാർമിങ് മാത്രമേ ഉള്ളൂ. ഇവന്മാരുടെ സൂക്കരം ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്നില്ല. എന്തെങ്കിലും വേണം ഫുഡ് കഴിച്ച് സ്കെലറ്റനുണ്ടല്ലോ. എൻഡർമാൻ ചേട്ടാ എൻഡർമാൻ ഇവിടെ ഉണ്ട്. എൻഡർമാൻ എന്നാണ് പറയുന്നത്. ചേട്ടാ ഇവൻ്റെ കണ്ണിലോട്ട് നോക്കാൻ പാടില്ല. എനിക്ക് ഏറ്റവും മെയിനായിട്ടൊന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ സാധനം ഉണ്ടാക്കാൻ പോവാം. ഈ സാധനത്തിലൂടെ എൻഡർമാൻ ഒരിക്കലും വരാൻ പറ്റില്ല. എന്നെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. കുറച്ചുകൂടി ഡർട്ടി വേണം.
ഡർട്ടി. അപ്പോൾ എനിക്ക് 2 പ്രിൽ കിട്ടും. അത് ഞാൻ യൂസ് ചെയ്യില്ല. ഓൺലി ഞാൻ എൻ്ററിനെ ഇങ്ങനെ തോൽപ്പിക്കാനകത്ത് മാത്രം. അത് കുറച്ച് ഡയമണ്ട്സ് കണ്ടുപിടിക്കുന്നത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു എൻ്റർമേനുണ്ടല്ലോ. അമ്മേ എൻ്റർമേനും ഇവിടെ പോയടാ. അത് പോയി. എൻ്റർമേനെ കാണുന്നില്ല. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ജയിക്കും. പ്ലേ ഓൺ 100 days in the part 2. ഇവിടെ ഇപ്പോൾ നൈറ്റ് അപ്രോച്ച് ചെയ്യണം. മഴ പെയ്യണമെന്നാണ് മനസ്സിലാവുന്നത്. അതെടാ എൻ്റെ ആട്. എനിക്കൊരു ഷീൽഡ് വേണം. ഷീൽഡ് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എടാ ഞാൻ എൻ്റെ ഷീൽഡ് എടുക്കുകയാണെങ്കിൽ ഈ ആക്സ് ഉണ്ടാക്കണോ. ഐ എം നോട്ട് എ സോ ബ്രില്യൻറ്റ്. ഒരു പൊട്ടനെ പോലെ എടാ സ്കെലറ്റൻ അയ്യോ എടാ ക്രീപ്പർ എടാ എൻ്റെ ആടിനെ കൊന്നടാ. വൈറ്റ് എനിക്കിത് പെയിൻസ് ആക്കാൻ പറ്റുമോ എന്നതുകൊണ്ട് ഇത് ഓടുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉറങ്ങട്ടെ. You may not rest now. The monster is nearby you. എവിടെയാണ് അമ്മച്ചി? എടാ എന്നെ ഇപ്പം ഞാൻ ഉണ്ടല്ലോ കിടന്നുറങ്ങാ. ഇപ്പം എനിക്ക് ഫൈനലി ചേട്ടാ എനിക്ക് എത്തിനെ ഞാൻ ഒന്ന് കൊല്ലണം. കൊന്നിട്ട് ഉള്ളു കാര്യം. കൊന്നിട്ടുണ്ടാ. ഇതിന് ഞാൻ വെറുതെ എൻ്റെ അടുത്ത് കളി. നീ എന്താടാ ഇവിടെ കുറച്ച് എക്സ്പീസ് തരാൻ പറ്റുമോ? എന്താ തന്നെ XP കുറച്ച് കാണുന്നുണ്ട്. ഈ XP കൊണ്ട് ഞാൻ ഈ ചാൻസ് ചെയ്യണോ എടാ ഈ ബോക്സിൻ്റെ അകത്ത് ഇതാ അൺലോക്ക് മാപ്പാണ്. ഇതിനകത്ത് എന്താ മാപ്പ് 0. ഇതതിൻ്റെ മാപ്പ്. എടാ ഇത് മറ്റേ അതിൻ്റെ മാപ്പടാ. ഇതിൻ്റെ മാപ്പല്ലേ എനിക്ക് വേണ്ടത്. കോമസ് ഞാൻ തൽക്കാലത്തിന് കൈ വയ്ക്കില്ല. ഞാനുണ്ടല്ലോ കരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു പേരിട്ടാണ് മാപ്പട. എന്ത് എൻ്റെ ഗിൽഡ് അവിടെ ഈ ഭാഗത്ത് സാധനമുണ്ട്. ഈ സാധനമാണ് എന്നാണ്ടല്ലേ എനിക്ക് ഒന്നുമില്ലടാ. ഒന്നും പറ്റില്ല. എൻ്റെ സ്റ്റോൺ എടുത്ത് കബിൾ സ്റ്റോൺ എന്തെങ്കിലുണ്ട്. ഒരു കബിൾ സ്റ്റോൺ ഞാൻ എടുക്കോട്ടോ. ഏറ്റവും ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ എൻ്റെ കബിൾ സ്റ്റോൺ ഉണ്ട്. ഇത് ഞാൻ ഇവിടെ വെച്ചാൽ ഒരു വോൾ. ഇത് നല്ലതാ. അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ ഈ വീട്ടിനുണ്ടല്ലോ ഇതുപോലെ ഇത് വയ്ക്കാം. ഇത് കാണാത്ത ബോറിംഗ് ഉണ്ട് എൻ്റെ. ഇന്ന് ഞാൻ പറഞ്ഞതിന് എല്ലാം ഞാൻ മറന്നു പോകണം. എനിക്ക് മറവി കൂടുതൽ. അപ്പം ഞാൻ എന്ന് പറഞ്ഞായിരുന്നു ഒരു ട്രീ ഫാം ഉണ്ടാക്കും. അത് നേരെ ട്രീ ഫാം ഉണ്ടാക്കാൻ പോകും. ലെറ്റ്സ് ഗോ. ഓക്കെ കുറച്ച് എനിക്ക് കെബിൾ സ്റ്റോൺസ് വേണം. ഇതന്നെ മൈനിങ് ഏരിയ. വില്ലേജേഴ്സിന് ഒന്നും കൂടി ഉണ്ടോ. കണ്ടുപിടിച്ച് ഇനിയാണോ? അത്രേ ഉള്ളൂ. അത്ര മതി. ഒന്ന് ഇറങ്ങാനെങ്കിൽ സമ്മതിക്കട്ടെ. എടാ ഫൈനലി ഞാൻ ഉണ്ടല്ലോ അയൺ കണ്ടുപിടിച്ചാൽ ആ ന്യൂ റെസിപ്പി സ്പോണായി. എൻ്റെ അയണും കിട്ടി. എനിക്കിത് ഡയമണ്ട്സാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് വേണ്ടിയിട്ട്. അത് ശരിയാ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ അത് ട്രേഡിങ് ചെയ്യാൻ പറ്റും. ഗോൾഡ് ട്രേഡിങ് എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ ഈ സാധനങ്ങൾ കുറച്ച് കബിൾ സ്റ്റോൺസ് ഞാൻ കളക്ട് ചെയ്തിട്ട് 64 കബിൾ സ്റ്റോൺസ് ആണ് എനിക്ക് കളക്ട് ചെയ്തത്. 42 44
45, 46. ഞാൻ സൗണ്ട് കേട്ടോടാ അത് നിങ്ങൾ സൗണ്ട് കേട്ടില്ല ഒരു സോംബി തീക്കകത്ത് കൊണ്ട് ചാവുന്നത് ചേടാ എനിക്ക് 62, 63 പിന്നെ ഒരു 64. ഞാൻ എങ്ങനെയാണോ പോകുന്നത് ഡേർട്ടി നമുക്ക് ഡേർട്ടി എടാ ഞാൻ ഇവിടെ ഒന്നും സ്മോക്കറില്ല ബ്ലാക്ക് സ്മിത്തിൽ സ്മോക്കറുണ്ട്. ഫർണസ് ഞാൻ എടുക്കട്ടെ അയൺ വേണ്ടി എനിക്കൊരു ഫർണസ് വേണം. ഇത് ബേറ്റ അപ്ഡേറ്റ് ഇല്ലേ അപ്പം ഇതിൻ്റെ അത് പറയുന്നു അയ്യോ ഞാൻ ഹംഗ്രി ചാവള എനിക്ക് ഹംഗ്രി അത്രയും കൂടുതലാണ്. എൻ്റെ ഷീപ്പൂട്ടൻ ഇവിടെ ഇപ്പോഴുണ്ട്. എൻ്റെ 2 ഫർണസ് എടുത്ത് ഞാൻ ഉണ്ടല്ലോ അത് മണ്ടയ്ക്കകത്ത് ഞാൻ വെക്കണം. ഫർണസ് വേണ്ട ഇവിടെ തന്നെ വെക്കണം. 5 കോള് പിന്നെ ഒരു 2 എണ്ണല്ലേ ഇപ്പം എൻ്റെ 5 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ചേട്ടാ ഇന്ന് ഞാൻ പൊടിക്കും. ഇപ്പം എന്താ സംഭവം ഇവനെ കുറച്ച് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു വീട്ടിൽ ഞാൻ കൊടുക്കുന്നതാണ് ഇവനെ എന്നെ ഇഷ്ടമായി ഇവനെന്നെ ഇഷ്ടമാണ്. ഞാൻ ഒരെണ്ണത്തിനും കൂടെയും കൊടുക്കും അപ്പോൾ കുറച്ച് ബ്രീഡിങ് ആവും. എടാ ബ്രീഡിങ് ആവുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഏറ്റവും മെയിനായിട്ട് ഇപ്പം കുറച്ച് ഡർട്ടി ആണ്. കുറച്ച് ഒരു അയണ വഴിയില്ലേ ഒരണേ അതുകൊണ്ട് കുറച്ച് ഷവലുണ്ടോ ഒരു ഷവൽ ഉണ്ടാക്കട ഷവലുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ ഭാഗത്ത് കുറച്ച് ഡർട്ടി ഉണ്ടാക്കണം. അപ്പോഴാണ് എനിക്ക് എടുക്കാൻ പറ്റുക. ശരി കുറച്ച് ഡർട്ടി ഞാൻ ഇന്ന് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള ഞാൻ ചിലപ്പോൾ ഓക്കെ ഞാൻ കുറച്ച് ഡർട്ടി കളക്ട് ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ 64 ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ഈ ഡർട്ടീസ് ഉണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള മാത്രമായിട്ട് എടുക്കാം. സാപ്ലിങ്സ് മാത്രം 78, 79 എനിക്ക് എല്ലാം 64 64 ആയിടാ 64 ആയി. ഞാൻ എൻ്റെ ട്രീ ഫാർമിങ് ഞാൻ എവിടെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. കറക്റ്റ് സ്പോട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കണം. കറക്റ്റ് സ്പോട്ട് ഈ ഭാഗം ഇപ്പോൾ ഞാൻ കാണിച്ചു. ഈ ഭാഗത്ത് 1 2 3 കബിൾ സ്റ്റോൺസ് വയ്ക്കണം. 1 2 3 ഒരു 1 2 3 1 2 3 പിന്നെ ഡർട്ടീസ് പിന്നെ ഒരു 13 എണ്ണം ഉണ്ടാക്കണം. അതാണല്ലേ എൻ്റെ അത്രയൊക്കെ ഇല്ല. ഇങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഒരു കാര്യം നമ്മൾ മറന്നുപോയിടാ, വെള്ളം നമുക്ക് വേണം. അയൺ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പറഞ്ഞു നമുക്ക് വെള്ളമാണ് വളർന്നു വരാൻ വേണ്ടി ഏറ്റവും മെയിൻ. വെള്ളം ബക്കറ്റ് ഓക്കെ വെള്ളം ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലെടുത്തിട്ടുണ്ട്. എനിക്ക് ബ്രെഡ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് എനിക്ക് കുറച്ച് ഡർട്ടീസ് കിട്ടും. ഡർട്ടി എന്നല്ല ഡർട്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമുക്ക് കുറച്ച് വുഡുകളും കൂടിയും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ബിൽഡിങ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം. ഏറ്റവും നമുക്ക് കോൾ വേണം. എല്ലാവരും എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ തോന്നുന്ന പോലെ നമ്മൾ ഈ
ഹാർഡ് കോർ വേൾഡ് സർവൈവ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ എനിക്ക് എല്ലാവരും ലൈക്ക് ഇടണം. എനിക്കാണെങ്കിൽ എൻ്റെ ഇത് 5ാമത്തെ വീഡിയോ ആണ്. അല്ല, ആദ്യത്തെ ആ വീഡിയോ ആണ് ഈ പ്രോക്രാഫ്റ്റിലെ ആദ്യത്തെ വീഡിയോ അല്ല, 2ാമത്തെ വീഡിയോ ആണിത്. 2ാമത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും ലൈക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അണ്ണൻ ദോഷമാണ്. അങ്ങനെ കാണിക്കില്ലേ, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അങ്ങനെ മോട്ടിവേഷനും കൂടെ തരാൻ കൂടി കേട്ടോ. വേറെ ഗെയിംസ് ആണെങ്കിൽ അത് പ്രോ മാസ്റ്റർ 80 ശരിക്കും പറയുവാണെങ്കിൽ എല്ലാവരും ചിലപ്പം പറയുവാണെങ്കിൽ ഫ്രീ ഫയറിന്. പക്ഷേ ഈ ഫ്രീ ഫയർ കളിക്കാൻ പറ്റില്ല. എനിക്കെങ്കിലും നോക്കണം ഫ്രീ ഫയർ കളിക്കാൻ. കമൻറ്റ് സെക്ഷനിൽ പറയും. അടുത്തൊരു ഞാൻ എന്തിനാണ് സംസാരിച്ചെന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ എനിക്ക് നാണയ്ക്കാം. അവിടെ വെള്ളം എവിടെ നിന്ന് കിട്ടും? എടാ അവിടെ താഴെയാണെങ്കിൽ ഇതുണ്ടോ? എടാ ഇവിടെ പോയിട്ടുണ്ട്. ഡീപ് സീയിലോട്ട് പോയി ഇല്ല. അപ്പുറത്തുണ്ട് ലാപ്പസ് ലസറി. ലാപ്പസ് കിട്ടി. അയ്യോ ചവറേ ചാവാണ്ടിരുന്ന മതിയായിരുന്നു. എൻ്റെ ഈശോ, ചേട്ടാ ജസ്റ്റ് മിസ് ഒന്നുമില്ല. എടാ രാത്രിയാവാറായി. ചിക്കൻ കറി ആക്കൂടാ. അയ്യോ പോയി. എടാ പണി കിട്ടിയടാ. എനിക്കാണെങ്കിൽ താഴോട്ട് വരാൻ വേണ്ടി പറ്റില്ല. ചേട്ടാ രക്തം കൊണ്ട് ഞാൻ എഴുതിയവർ ചന്ദ്രൻ മേടിക്കില്ല എന്നുള്ള ഈ സാധനം പാട്ടോ. ശരി ഞാനെന്ത് ചെയ്യണം? ഫൈനലി എനിക്കറിയാം. അയ്യോ ഒരു ഹാർട്ട് മാത്രമുള്ളടാ. ഞാൻ ഒരു ചാവ് മാത്രം. 1 more death. It's not a troll game guys. Hard mode is different. അയ്യോ ചത്ത അയ്യോ വേൾഡ്. എൻ്റെ റീസ്പോൺ ഏരിയ ഇവിടെയാണ്. ഞാൻ സ്കെൽറ്റൻ്റെ കൂടെ ചത്തിരിക്കുന്നു. ഇതേടാ ഈ ക്രിയേറ്റിവിറ്റി കൂടെ ഡയമണ്ടും എല്ലാം പോയോ. എല്ലാം എൻ്റെ എല്ലാം കഷ്ടപ്പാടുകളെല്ലാം വെള്ളത്തിലായി. എൻ്റെ വസ്തുക്കൾ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാ. ഇവിടെ കേവും കൂടെയല്ല, ഇവിടെ എൻപോർട്ടിലും കൂടെ ഉണ്ട്. ഡീപ് കേവ് ഇവിടെ അടുത്തുണ്ട്. ഇതടുത്തത് എൻ്റെ അമ്മോ. എടാ ഇതിൻ്റെ സീനാ. പക്ഷെ ഞാൻ ചത്തടാ. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഹ്യൂജ് വേൾഡ്. എടാ എല്ലായിടത്തും തന്നെ ഇത് എല്ലായിടത്തും തന്നെ ഇങ്ങനെ തന്നെയാണോ? എടാ ഇതാണെങ്കിലുണ്ടല്ലോ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ചേട്ടാ ഞാനാണെങ്കിൽ ചത്തടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്കെലറ്റൻ ഉണ്ട്. ഹാർഡ് മോഡ് ഡിഫറെൻറ്റ് കഴിച്ചു. ബട്ട് എനിക്ക് ഈസിയാണ് നടത്തിയ. പക്ഷേ ഇത് ഹാർഡാണ് കഴിച്ചു. അതുകൊണ്ട് പറയണം, നിങ്ങൾ കളിച്ച് നോക്കൂ മൈൻക്രാഫ്റ്റ് ബേറ്റ. അതും ഡൗൺലോഡ് ആക്കി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇന്നത്തെ വേറൊരു ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് വൈകിട്ട് ഞാൻ വരാം. അതുകൊണ്ട് പീസ് ആവും.